ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറമ്പിൽ ചക്ക ഇടാൻ പോകാനായിട്ട് നിൽക്കുകയാണ്. നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. എൻ്റെ കൂടെ പപ്പയും ചേട്ടായും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരം പോകണം പറമ്പിലോട്ട്. കുറച്ച് താഴെയായിട്ടാണ് പറമ്പ് ഇരിക്കുന്നത്. അവിടെ ഒരുപാട് ചക്കകളുണ്ട്. പക്ഷേ എല്ലാ ചക്കകളും മുകളിലായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് മരത്തിൽ കയറാൻ പറ്റത്തില്ല, മരമൊക്കെ തെന്നി കിടക്കുകയാണ്. അപ്പോൾ തോട്ടിയിട്ട് വേണം നമുക്ക് ചക്ക ഇടാനായിട്ട്. കുറേ ചക്കയൊക്കെ പഴുത്ത് ചീഞ്ഞ് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇടാമെന്ന് വിചാരിച്ച ചക്ക ഈ പ്ലാവിൽ നിൽക്കുന്ന 2 എണ്ണമാണ്. അപ്പം അത് വറുക്കാനും വേവിക്കാനും നല്ല ചക്കയാണ്. അപ്പോൾ പപ്പ തോട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നോക്കി ചേട്ടായി മാങ്ങ പറിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ചക്ക ഇടാൻ നോക്കിയപ്പോഴേക്കും കത്തി ചക്കയിലിരുന്നു, തോട്ടി കയ്യിലും ഇരുന്നു. കെട്ട് ശരിയായില്ലെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് കല്ലെല്ലാം എടുത്തെറിഞ്ഞ് കത്തി താഴെ വീണതിന് ശേഷമാണ് തോട്ടി കെട്ടി ചക്ക ഇടാൻ നോക്കിയത്. അപ്പം ചക്ക വീണു കേട്ടോ, 2 വീണു. മാങ്ങ പറിക്കാൻ പോയ ആളെ കണ്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചേട്ടൻ ഒരു ബക്കറ്റ് മാങ്ങയായിട്ട് വന്നത്. എല്ലാം കല്ലെറിഞ്ഞാണ് പറിച്ചത്. അതുകൊണ്ടെല്ലാം നിലത്ത് വീണ് ചതഞ്ഞു പോയിട്ടുണ്ട്. തോട്ടിയിട്ടും പറിക്കാൻ പറ്റില്ല, എല്ലാം മുകളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പഴുപ്പിക്കാൻ കൊള്ളില്ല. പഴുത്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അച്ചാറിടാൻ കൊള്ളില്ല കേട്ടോ, കാരണം തൊലിക്ക് കട്ടിയുണ്ട്. അതുകൊണ്ട് അച്ചാറിടാൻ കൊള്ളില്ല. പിന്നെ കറികൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ എന്നോർത്ത് നല്ല വലിയ മാങ്ങയാണ് കേട്ടോ. ഇത് നമ്മുടെ എല്ലാ വർഷവും ഈ മാവിലുണ്ടാകുന്നതാണ്. ഇതൊക്കെ നമ്മുടെ പറമ്പിലെ ഏലമാണ്. നമ്മുടെ കൃഷി എന്ന് പറയുന്ന ഏലം, കാപ്പി, കുരുമുളക്, തേയില, ഇഞ്ചി, വാഴ, കപ്പ ഇതൊക്കെയാണ്. മഴയൊക്കെ പെയ്തത് കൊണ്ട് ഏലക്ക സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഏലക്ക എടുക്കുന്നത്. പുതിയ ചരം വന്നിട്ടുണ്ട്. ഏലക്കയൊക്കെ ആകുന്നതേ ഉള്ളൂ. ഏലക്ക വലുതാകണം. ഞാൻ നിത്യം നമ്മുടെ പറമ്പിലെ ഏലക്കയൊക്കെ നേരത്തെ എടുക്കുമായിരുന്നു. അടിക്കാൻ നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോഴൊക്കെ ഒരുപാട് മടിയാണ് കേട്ടോ ഏലക്ക എടുക്കുന്നത്. ഏലക്ക എടുക്കുന്നവരെ സമ്മതിക്കണം. കുത്തിയിരുന്ന് വേണം നമ്മൾ ഏലക്ക എടുക്കാനായിട്ട്. അതൊരു പാട് തന്നെയാണ്. വേവിക്കാൻ വേണ്ടി നമ്മളിട്ട ചക്ക പഴുത്തതായിരുന്നു. പഴുത്ത ചക്കയും തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പഴുത്ത ചക്കയും കിട്ടി. ഇനിയിപ്പോൾ വേവിക്കാൻ വേണ്ടി നമ്മൾ വേറെ ചക്ക വേണം ഇടാനായിട്ട്. അപ്പം ഇതൊരു വലിയ ചക്കയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, പഴുത്തത്. നമ്മൾ ഇട്ട ചക്ക ഇവിടെ വെച്ച് തന്നെ വെട്ടി അടർത്തിയാണ് കൊണ്ടുപോകുന്നത്. ചുമന്നുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്, കുത്ത് കയറ്റമാണ്. അത് റിസ്ക് ആയതുകൊണ്ട് ഇവിടെ തന്നെ വെട്ടി അടർത്തിയാണ് ബക്കറ്റിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പപ്പയും ചേട്ടായും കൂടെയാണ് ചക്ക വെട്ടി അടർത്തിയത്. ഞാൻ ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പറമ്പിൽ ഒരുപാട് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് ഇഞ്ചി പപ്പ പറിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് കൊണ്ടുപോകണമായിരുന്നു. അപ്പം അതിനുവേണ്ടി പപ്പ കുറേ ഇഞ്ചി പറിക്കുകയും ചെയ്തു. അടുത്ത ചക്ക എന്തായാലും നമുക്ക് അടർത്തി കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് പപ്പയാണ് അത് ചുമക്കുന്നത്. നല്ലൊരു കുത്ത് കയറ്റമാണ് കേട്ടോ. ഭയങ്കര പാടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട്. ശ്വാസം മുട്ടും നമ്മുടെ. അപ്പോൾ പപ്പ കുറച്ച് നേരം ചുമക്കാമെന്ന് പറഞ്ഞു. അയ്യോ, ഇതാണ് ചക്ക. ഇന്നത്തെ വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.